നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാർവതി, ഇവിടെ ഈ ജോലികളൊക്കെ ചെയ്യാൻ ആവശ്യം പോലെ ജോലിക്കാരില്ലേ? പിന്നെ നീ എന്തിനാടി ഈ ജോലികളൊക്കെ ചെയ്യുന്നേ? എന്റെ അടുത്ത പദ്ധതി എന്താണെന്നറിയാനുള്ള അടവുമായിട്ട് ഇറങ്ങിയിരിക്കാം. പാർവതി, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എന്തിനാ കൊച്ചെ നീ ഈ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന്? പ്രഭാവതി അമ്മ, നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യം എന്നോട് ചോദിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ എന്നോടുള്ള അനുകമ്പ കൊണ്ടൊന്നും ചോദിക്കുന്നതല്ല. ഞാൻ ഇവിടെ ഈ പണികൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പാർവതി, നീ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് നിങ്ങളെക്കുറിച്ച് ശരിയായ ധാരണകളേ ഉള്ളൂ പ്രഭാവതി അമ്മേ. നിങ്ങളിപ്പോ എന്റെ പിന്നാലെ നടന്ന് നയത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്റെ നാവിൽ നിന്നും എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ വേണ്ടിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് കിട്ടിയിട്ട് വേണം അത് വെച്ചോണ്ട് എനിക്കിട്ട് പണിയാൻ. ആ പൂതി അങ്ങ് മനസ്സിൽ തന്നെ വെച്ചിരുന്നാ മതി, ഇങ്ങോട്ടെടുക്കണ്ട. ഇനി ഒരിക്കലും നിങ്ങൾക്ക് എനിക്കെതിരെ ഒന്നും ചെയ്യാനാവില്ല. ഞാനേ നിങ്ങളെ ഒരിക്കലും ഒറ്റുകൊടുക്കത്തുമില്ല എന്ന് കരുതി നിങ്ങളെ ജയിക്കാനും ഞാൻ വിടില്ല. എന്നോട് സഹതപിക്കാനും എന്നെ ഉപദേശിക്കാനും നിൽക്കുന്ന നേരത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പോയി ഉപദേശിക്കും. അവരുടെ ഭാര്യമാരോട് സ്നേഹത്തോടെയും ഐക്യത്തോടെയും പെരുമാറാൻ അവരെ പറഞ്ഞു പഠിപ്പിക്കും. എന്നും അവരിങ്ങനെ കഴിഞ്ഞാ മതിയോ? അവർക്ക് അടുത്ത തലമുറയൊന്നും ഉണ്ടാവണ്ടേ? അവർക്ക് കുഞ്ഞുങ്ങൾ വേണം. അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായ കാലങ്ങളായി നിങ്ങൾ മോഹിക്കുന്ന ആ സ്വത്തൊക്കെ നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാലോ. അതുകൊണ്ട് പ്രഭാവതി അമ്മ വെറുതെ എന്നെ ചുറ്റിപ്പറ്റി തിരിയാതെ ഞാൻ പറഞ്ഞതങ്ങ് ചെയ്യാൻ നോക്ക്. എനിക്ക് ഈ സ്വത്തുക്കൾ മാത്രം അനുഭവിച്ചാ പോരടി. എന്നെ പലവട്ടം പരാജയപ്പെടുത്തിയ നിന്നോട് എനിക്ക് പകരം വീട്ടണം. നിന്റെ അമ്മായിയമ്മ അനുഭവിച്ചതുപോലെ ഒരു വിധി നിനക്ക് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ടടി. ആ വിധി ഈ പ്രഭാവതിക്ക് നടപ്പിലാക്കണം. ഞാനത് നടപ്പിലാക്കിയിരിക്കും. എന്താ സാറേ, എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. എന്തോ ഉണ്ട്. മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. സാറിന് സുഖമില്ലേ? പനിയൊന്നുമില്ലല്ലോ. അപ്പൊ തലവേദനയായിരിക്കും. തലവേദനയാണോ സാറേ? തലവേദനയാണെങ്കിൽ ഞാൻ ബാം എടുത്തോണ്ട് വന്ന് പുരട്ടിത്തരാം. എന്റെ കൈ കൊണ്ട് സാറിന് ബാം പുരട്ടി തന്നാ സാറിന്റെ തലവേദന അപ്പൊ പമ്പ കിടക്കും. ഞാൻ ബാം എടുത്തിട്ട് വരട്ടെ? ബാം എടുത്തിട്ട് വരട്ടെ എന്ന്? ബാമം വേണ്ട, ഒരു കുന്തോ വേണ്ട. ഇവളെ ഇനി കൃത്യസമയത്ത് ആഹാരം കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശരി ശരി. അല്ല പാർവതി, റിയയോട് നീ എന്താ പറഞ്ഞേ? എന്തുകൊണ്ട് ആഹാരം വേണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോയേ? ഞാനാണ് അവളുടെ കൈ പിടിച്ച് തിരിച്ചെന്ന് ഗാർഗിയോട് പറയണം. അല്ലെങ്കിൽ വേണ്ട. പറയ് പാർവതി, അവൾ എന്താ അവിടുന്ന് എഴുന്നേറ്റ് പോയതെന്ന്. അതെ, അവൾക്കൊരു ചെറിയ ഷോക്കിന്റെ കുറവുണ്ടായിരുന്നു. ഞാനത് കൊടുത്തു. കിട്ടേണ്ടത് കിട്ടിയപ്പോ അവൾ എഴുന്നേറ്റ് പോയി. അവളെ ഇടയ്ക്കിടയ്ക്കൊന്ന് കറണ്ട് അടുപ്പിച്ച് വിടുന്നത് നല്ലതല്ലേ? വേണം, അത് വേണം. ആ
ജാം പുരട്ടാൻ കത്തി വേണ്ടേ റിയ? ദാ. അതെ, നിന്റെ അവിഹിതമൊക്കെ ഈ വീടിന് പുറത്തു വെച്ച് നിർത്തിക്കോണം. ഈ വീട്ടിനകത്ത് നിന്റെ ഒരു ഇടപാടും പാടില്ല. ഇതിന്റെ ഉള്ളിൽ നീ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ച തീർത്തു കളയും ഞാൻ. ഇരു ചെവി അറിയാതെ നിന്റെ എല്ലാ അഭ്യാസങ്ങളും ഞാനുണ്ടല്ലോ. എന്താടി നിന്നെ ഭീഷണിപ്പെടുത്താണോ? എന്റെ കാലിബർ നിനക്കറിയില്ല. വിനയും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഡെപ്ത് നിനക്കറിയില്ല. ഏയ്, ഈ വീട്ടിൽ ആരും പട്ടിണി കിടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. ആ എന്നെ കൊണ്ട് നിനക്കിവിടെ ആഹാരം ഇല്ലെന്ന് പറയിപ്പിക്കാനുള്ള ഇടം വരുത്തരുത് നീ. എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താൻ മാത്രമേ നിനക്ക് സാധിക്കൂ. പക്ഷെ റിയ അങ്ങനെയല്ല. കൊല്ലേണ്ടി വന്നോ നിന്നെ ഞാൻ കൊന്നിരിക്കും. എന്താടി ഇത്? നിനക്കെന്ത് കണ്ണ് കണ്ടൂടെ? നീ ഇത് എങ്ങോട്ടായി ചാടിത്തുള്ളി പോകുന്നേ? നീയല്ലേ കണ്ണു കാണാൻ വയ്യാതെ എന്റെ ദേഹത്തേക്ക് ഒന്ന് കേറിയത്. എന്നിട്ട് നീ എന്നോട് ചൂടാവുന്നോ? ഓഹോ, അത് കൊള്ളാലോ. വാദി ഇപ്പൊ പ്രതിയായോ? പൊന്നുമോളെ, എന്നോട് നീ വിളച്ചിലെടുക്കാൻ നിക്കല്ലേ. നിന്റെ ഈ വീറും വാശിയൊന്നും എന്നോട് ചെലവാവില്ല. അതുപോലെ തന്നെയാ ഞാനും. നിന്റെ അഭ്യാസം ഒന്നുമേ എന്റെ അടുത്തും വേണ്ട. എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അയ്യോ, അത് കേൾക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊരിടം വരെ പോണം. പോയിട്ട് വന്നിട്ട് വേണമെങ്കിൽ നിന്റെ തിരുവചനങ്ങൾക്ക് ചെവി ഓർക്കാം. മാറി നിക്കടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.